Hello, Magic Monitor. Magic morning. ഓക്കെ, ഇവിടെ ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. Magic morning. Magic morning. Good morning. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് വെനസ്ഡേ ആണ്. ദ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ദ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചും നമ്മുടെ ടാബിൾ ടോക്ക് ഫൗണ്ടർ ആൻഡ് ബി മാജിക് ഫൗണ്ടറുമായിട്ടുള്ള നമ്മുടെ സ്വന്തം സേഫ്സറുടെ സെഷനാണ് ഇന്ന്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, സേഫ് സർ ഇപ്പോൾ 2 മിനിറ്റ്സോട് ജോയിൻ ചെയ്യൂ കേട്ടോ. ഹലോ ടീം, ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഹലോ. ഓക്കെ, ടീം മെമ്പേഴ്സ് സോറി, നമുക്ക് സീസണിൽ എന്താ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരാവോ? ഓക്കെ ഓക്കെ, എല്ലാരും എല്ലാവരും കാണട്ടെ, എല്ലാരും ഒരുപാട് സാർ, താങ്ക് യു സാർ, താങ്ക് യു സാറും ബഡി സാർ. അതാ വരുന്നു, അതായിരുന്നു സിന്ധു മാം വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അബ്ദുള്ള സാർ, Magic morning. Good morning, everybody. Morning. Good morning. ആയല്ലേ ആ ഒരു ചൂട് ഇങ്ങനെ പെയ്തുണ്ടാവും അല്ലേ? രാവിലെ ഒന്നിട്ട് ആക്റ്റീവ് രാവിലെ ഇങ്ങനെ തണുത്തിരിക്കണം, നമ്മൾ തണുക്കണേ. എന്നാ ഡ്യൂട്ടി ഡ്യൂട്ടി വന്നോളൂ. ദിവ്യ മാം, അബ്ദുള്ള, റസാഖ്സയുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റസാഖ് സാറ് തെങ്ങുമ്മ കയറി. ആരൊക്കെയാണ് രാവിലെ? അയ്യോ, ഓക്കെ, നമുക്ക് 32 മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. റസാഖ് സർ അവന് ഒരു മോർണിംഗ് അല്ലേ, എല്ലാവരും എനർജറ്റിക് ആയിട്ടൊന്ന് വീഡിയോ ഓൺ ചെയ്തൊന്ന് മുന്നോട്ട് വരാവോ? ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ബൈജു സർ, ദിവ്യ മാം, അഖിലജ മാം, അബ്ദുള്ള സർ, ഉണ്ണികൃഷ്ണൻ സർ, ഷീല മാം, പുതിയ ഒരുപാട് പേരുകളൊക്കെ കാണുന്നുണ്ടല്ലോ. പ്രവി, ഫാത്തിമ, നൗഫൽ. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്ത് മുന്നോട്ടൊന്ന് വരണേ. ഓക്കെ, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടി. അതെ അതെ അതെ, എല്ലാം നമ്മൾ അവിടേക്ക് വരും പരിചയപ്പെടാൻ. അതെ അതെ, കറക്റ്റ്. പ്രവി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? എല്ലാരും വരും. ദിവ്യ മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? സ്ഥലം എന്താണ്? ഞാൻ പ്രകൃതിയാണ്. ഇതിന്റെ മുന്നേ ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഇതില് കയറിയതിനു ശേഷം ഫസ്റ്റ് ടൈം അല്ല, 2 പ്രാവശ്യം കയറിയായിരുന്നു. നെറ്റിന്റെ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു 1 വീക്ക് ആയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒക്കെ സെറ്റായി. സേഫ് സാറെ ക്ലാസ് ഫസ്റ്റ് കാണാന്നൊക്കെ ഉള്ള അതില് ഇന്ന് എന്തായാലും എണീറ്റു. എന്താ പറയാ, എന്നും ഞാൻ എപ്പോഴും അജിഷ മാം എന്നോട് പറഞ്ഞിരുന്നു, ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്ന് ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ റുട്ടീൻസ് ഒക്കെ ഫുൾ ഡിസോർഡർ ആണ്. രാവിലെ എണീക്കാറില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഇതില് നിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇന്ന് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടായി. സന്തോഷം. പിന്നെ ഒരുപാട് പേര് കൂട്ടത്തില് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് പേര് ഇതിലുണ്ട്. ഒരുപാടായിട്ട് ഇതില് നിൽക്കുന്ന ആളുകളുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കൂടെ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, എന്റെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. എന്തായാലും എനിവേ നല്ല സന്തോഷം ഇന്ന് രാവിലെ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി, നമുക്ക് എന്താണെന്നറിയില്ല, സേഫ് സാറിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്നാണ് സാർ ഇൻഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഒരുപാട് നല്ല ഒരുപാട്. ഓക്കെ, വേറെ ഒരാള്, ഒരു ഫാത്തിമ നൗഫൽ ലെഫ്റ്റ് ആയിണ്ടോ? ഹഫീഫ മാം,
കൃഷ്ണമൂർത്തി റാവു. ഓക്കെ. ആരൊക്കെയാണ് എക്സസൈസ് ചെയ്യുന്നത് രാവിലെ? ദിവ്യ മാം, ഷൈനി മാം, ഞാനുണ്ട്. ആ ഷൈനി മാം എക്സസൈസ് ചെയ്തില്ലേ അടി കിട്ടൂലേ? ഷൈനി മാമിന് അടി കിട്ടും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. ദിവ്യ മാം ചെയ്യണ്ട. എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സിന്ധു മാം ഇവിടെ. ഓ ഉണ്ട്. ആ കൃഷ്ണമൂർത്തി റാവു വന്നു. പറയൂ. ആ പറഞ്ഞോളൂ. വണ്ടി യാത്രയിലാണ്. ഇല്ല, ഞാൻ ആക്ച്വലി റൂഫിൽ ചെടിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിക്കണേണ്. വെരി ഗുഡ്. മനസ്സിലായി. എവിടാണ്? അപ്പൊ ഞാനിവിടെ എറണാകുളം എളമക്കര. എളമക്കര. അതെ. സാർ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടെ മറ്റേ പലാരിവട്ടത്ത് ചെറിയൊരു വാച്ച് കടയുണ്ട്. എന്റെ പ്രൊഫഷനാണല്ലോ സാറ്. അതെയാ, അത് വേറെ. സാർ എവിടെയാ? ഞാൻ കോഴിക്കോടായിരുന്നു. കോഴിക്കോട്. അത് ശരി. ഞങ്ങളിവിടെ റൗസ് വാച്ച് കമ്പനി പറഞ്ഞുകൊണ്ട്. ശരി. ഓക്കെ. പലാരിവട്ടം. അതെ. പിന്നെ ഞാൻ 19 വർഷം വാച്ചിന്റെ ഫീൽഡിലായിരുന്നു. ഇപ്പം റിട്ടയർഡ് ആയിട്ട് അങ്ങനെ. അത് ശരി. റൈറ്റ്. വെരി ഗുഡ്. ഇത് ഞങ്ങളുടെ ഫാദർ മുതലുള്ള കാലം മുതലുള്ളതാണത്. സലാഹുദ്ദീനൊക്കെ നമ്മളെ ഫ്രണ്ടായിരുന്നു. അതല്ലേ? മാർക്കറ്റ് റോഡിൽ. അതെ. ഞാനും സ്പെയർ പാർട്സിന്റെ ഡീലറായിരുന്നു കോഴിക്കോട്. ശരി. വെരി ഗുഡ്. നൈസ് ടു മീറ്റ് യു. സന്തോഷം. താങ്ക് യു വെരി മച്ച് സർ. വേറെ നമുക്ക് സൈ സാർ ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ്സോട് സാർ ജോയിൻ. ഓക്കെ. വന്നോട്ടെ. അതിനു മുമ്പ് ഒരാളോട് ഇല്ല, പുതിയ ആള് ജസ്റ്റ് പരിചയപ്പെടാൻ. നമുക്ക് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ബി മാജിക്. അപ്പൊ എല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളായിരിക്കണം ഇതിലുള്ളവരെല്ലാവരും. ഓക്കെ. സൈ സാർ ജോയിൻ ചെയ്തു. സാർ പറഞ്ഞോളൂ. Good morning. Good morning, sir. Very sorry. Okay. പ്രോഗ്രാം ഫോണൊക്കെ ഓഫ് ആയിരുന്നു, വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിട്ടുപോയതാണ്. ഓക്കെ. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു പക്ഷേ ബി മാജിക്കിൽ ഞാനിങ്ങനെ വിട്ടുപോകുന്നത്. ഓക്കെ. ഇന്ന് നമ്മൾ ന്യൂ ഇയറിൽ രണ്ടാമത്തെ നമ്മുടെ സെഷൻസ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ? എങ്ങനെയുണ്ട്? 2025 പ്രവേശിച്ചിട്ട് എങ്ങനെയുണ്ട് 2025? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. കമന്റ് ഒന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂരിൽ തണുത്ത് കിടക്കുക സർ. പക്ഷേ കുറച്ച് ബാംഗ്ലൂരിൽ ന്യൂ ഇയർ വന്ന് പോയതാണ്, തണുത്ത് കിടക്കാണ്. ബാക്കിയുള്ള ആളുകൾ സൂപ്പറാണ്. അഖില മാമിന്. പ്രവി ഗുഡാണ്. കൃഷ്ണമൂർത്തി ഗുഡാണ്. മണി സാർ ഹാപ്പിയാണ്. റസാഖ് സാർ ബിസിനസ് ഒക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ വെല്ലാണ്. ദിവ്യ മാം ഗോയിങ് വെൽ. ബിന മാം അമേസിംഗ് ആണ്. സവിത മാം ഹാപ്പിയാണ്. നല്ലതാണ്. ഓക്കെ, വെരി ഗുഡ്. സോ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഒരു സെഷൻസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യരുത്, നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ 2024 പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ലേണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യരുതെന്നുള്ളതാണ്. അതായത് നമ്മളുടെ കാര്യങ്ങൾക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകൾക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം കോംപ്രമൈസ് ചെയ്തു, യൂണിവേഴ്സും കോംപ്രമൈസ് ചെയ്തു. ഓക്കെ.
റസാഖ് സാർ കുറെ കാലം റസാഖ് സാർക്ക് ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളതിന് ആദ്യം കോംപ്രമൈസ് ചെയ്തതാണ്. ആദ്യം കോംപ്രമൈസ് ചെയ്തപ്പോൾ റസാഖ് സാർ വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പൊ സ്വന്തം സ്ഥാപനത്തിലേക്ക് മാറുന്നതിനാണ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നത്. എന്നതുപോലെ നമ്മുടെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ 2025 തന്നെ അല്ല 2024 തന്നെ എനിക്ക് ചേഞ്ച് ഉണ്ടാക്കിയ മറ്റൊരു തിയറിയും കൂടെ ഉണ്ട്. ഒന്ന്, ഞാൻ കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പഠിച്ച സമയത്ത് എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ആ ഒരൊറ്റ തീരുമാനം കൊണ്ടുണ്ടായി. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുടെയും എന്തുകൊണ്ടാണ് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാത്തതെന്നുണ്ടെങ്കിൽ ഞാനൊരു 1-2 കാര്യങ്ങൾ, സമ്പത്തുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഒരാൾ നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ എന്താണ് ചിന്തിക്കുക? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ എന്താ ചിന്തിക്കുക? അയാളുടെ ഗതികേടിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നെഗറ്റീവായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അയാൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാം? പൈസ ഇല്ല എന്ന് പറയും. പൈസ ഇല്ല എന്ന് പറയും. അപ്പൊ ഇല്ലാത്തൊരവസ്ഥയിൽ അവരെന്താ ചെയ്യാം? ലോൺ എവിടെ ഉണ്ടോന്ന് തെരഞ്ഞെടുക്കും. ലോൺ എവിടെ ഉണ്ടോന്ന് തിരഞ്ഞെടുക്കും. ലോൺ എവിടെ ഉണ്ടോന്ന് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ കടം ചോദിക്കും. ഈ 2 കാര്യവും കോംപ്രമൈസ് ആണ്. നിങ്ങൾ ലോൺ എടുക്കണ്ട, കടം മേടിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് രണ്ടും കോംപ്രമൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ 2024 വലിയ റിയലൈസേഷൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊരു പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നവർക്ക് ഈസി ആയിരിക്കും. ഇതാണോ ഇപ്പോഴത്തെ വലിയ സംഭവം എന്നൊക്കെ തോന്നാം. ബട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇത്ര വൈകിയത്, സെഷൻസ് പങ്കെടുക്കാൻ വൈകിയത്. വേറെ ആരുമില്ല, ഞാനും എൻ്റെ വൈഫും തമ്മിലുള്ള അപാര ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം വൈഫ് കുറച്ച് ഇമോഷണലായി, കുറേ അവരുടെ പഴയ ലൈഫിലേക്ക് പോയി. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ഇത് കുറച്ച് സമയം ഞാൻ പോയത് അറിയാവുന്നത്. അപ്പോൾ നമ്മളുടെ കടം, അല്ലെങ്കിൽ അയാൾ നമുക്ക് പണക്കാരനാവാനുള്ള ഒരു റൂള്, ഞാനിത് പഠിക്കുന്നത് ഡോക്ടർ ജോബിറ്റാലിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു അട്രാക്ട് മണി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഗിവേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പണക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മളിവിടെ കോംപ്രമൈസിൽ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് എന്താണ്, എനിക്ക് ആവശ്യത്തിനുള്ള ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ള വിശ്വസിക്കലാണ്. ഇതേ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും അഫോർമേഷൻസ് കൊടുക്കും. കൊടുക്കുക. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു അഫോർമേഷൻസ് ആണ്, ഐ ഹാവ് ഓൾവേസ് മോർ ദാൻ ഇനഫ് മണി ടു സൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുള്ള പണം എല്ലായ്പ്പോഴും എന്നിലുണ്ട്. മൈ ഇൻകം ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. പക്ഷേ ഞാൻ ഈ അഫോർമേഷൻ കൊടുത്ത് അതുകൊണ്ട് എനിക്ക് പണം വരുമോ? യെസ് ഓർ നോ? നോ. പിന്നെ എങ്ങനെ എനിക്ക് പണം വരിക? അതിലേക്ക് പ്രവർത്തിക്കണം. ആക്ഷൻ അവിടെ ഉണ്ടാവണം. ആക്ഷൻ ഉണ്ടാവണം. ഇതിലൊക്കെ അപ്പുറത്ത് എന്താ പറയുക, നമ്മളുടെ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ്. അതാണ് ഞാൻ അടുത്ത് പഠിച്ച പാഠം നിങ്ങൾ പറയുന്നത്, ദ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ്. ഈ വാക്ക് കേട്ടത്ര ആളുകളുണ്ട്, ദ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് എന്നുള്ള? പറയാമോ? ദ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ്. റിവേഴ്സ് റിവേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ ദ ലോ ഓഫ് റിവേഴ്സ് എഫേർട്ട് എന്ന് പറയും. ഇതിൽ എത്ര ആളുകൾ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് വായിച്ച ആളുകളുണ്ട്? ഞാൻ വായിച്ചിട്ടുണ്ട്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദ ലോ ഓഫ് റിവേഴ്സ്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര തവണ വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. എത്ര തവണ വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവാത്തൊരു സാധനമാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ദ ലോ ഓഫ് റിവേഴ്സ് എഫേർട്ട് അല്ലെങ്കിൽ ദ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഹാർഡർ യു ട്രൈ ഹാർഡർ യു ഫെയിൽ. എത്രമാത്രം നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. കൺഫ്യൂഷൻ ആയില്ലേ?
കൺഫ്യൂഷൻ ആയില്ലേ? എത്രമാത്രം നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾ ഹാർഡായിക്കൊണ്ട് ഫെയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 2024 റിയലൈസേഷൻ എന്ന് ആദ്യം നിങ്ങളോട് പറയാൻ കാരണം. ഇറ്റ്സ് എ റിയലൈസേഷൻസ്. ഓക്കെ, അതൊരു റിയലൈസേഷൻ ആണെന്നുള്ളത് പറയാൻ കാരണം എത്ര നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നോ അത്രയും നിങ്ങൾ ഹാർഡായിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മളെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ആളുകൾ എടുത്ത് നോക്കുക, കുറേ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പരാജയപ്പെടുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇൻക്ലൂഡിങ് മീ. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനും ആ ഒരു സംഭവം പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം സിംപ്ലി. സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന? ഞാൻ ഒട്ടിച്ചത് ഇപ്പൊ സൈക്കിൾ കമ്മിയാ. ഓടിക്കാൻ അറിയാം. ഓ ഉണ്ണികൃഷ്ണൻ സാറിന് അറിയാം, ഷൈനി മാമിന് അറിയാം. നിങ്ങൾക്ക് സൈക്കിള് ഒരു ചെറിയ കയറിലൂടെ ഓടിക്കാൻ അറിയാം. സൈക്കിൾ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാം, റോഡിലൂടെ ഓടിക്കാൻ അറിയാം. ചെറിയൊരു പാലം, വളരെ ചെറിയൊരു നാനോ ആയിട്ടുള്ള ഒരു രണ്ട് സ്ഥലം, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചെറിയ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സൈക്കിൾ വേണ്ട, നമുക്ക് എല്ലാവർക്കും നടക്കാൻ അറിയാലോ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ 10 അടി ഹൈറ്റിലും ബിൽഡിങ്ങിന്റെ മുകളിൽ അവിടുന്ന് അപ്പുറത്തേക്ക് ചെറിയൊരു പലക ഇട്ടിട്ടുണ്ട്. നമുക്ക് നടക്കാൻ അറിയാം. ആ പലകയിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ കഴിയുമോ? ക്രോസ് ചെയ്യാൻ എനിക്ക് കഴിയും? പറ്റൂല, ബഷീർ സാറിന് പറ്റൂല, ഞാൻ താഴെ വീഴും. ഇല്ല. താഴെ വീഴും അല്ലേ? കാരണം എന്താ, ഈ ക്രോസ് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് അതിന്റെ വിഷ്വലൈസേഷൻ എന്താ വരുന്നത്? റിസൾട്ട് എന്താ? വീഴുന്നതാണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ അഫർമേഷൻ കൊടുക്കുകയാണ്, ഞാൻ എന്തായാലും ഈ ഒരു പാലത്തിലൂടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും, ഞാൻ എന്തായാലും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ അയാൾ വിഷ്വലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അയാൾ അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾക്ക് അപ്പുറത്തേക്ക് എത്താൻ കോൺഫിഡൻസ് ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവും. നടക്കാനുള്ള ധൈര്യം, കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ. നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് തന്നെ തോന്നും അയാളൊരു നുണ പറയാണ് അല്ലേ? അല്ലെങ്കിൽ അയാൾക്ക് തന്നെ തോന്നും അയാളൊരു നുണ പറയാണ്. ഇതാണ് ലോ ഓഫ് റിവേഴ്സ് എഫക്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് അഫർമേഷൻ കൊടുക്കുമ്പോൾ, ഏത് വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അതിനാണ് സംഭവിക്കുക. പൈസ ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ പറയണം, എന്നിട്ട് ധാരാളം പൈസ ഉണ്ട്, ഇങ്ങനെ അഫർമേഷൻസ്. ഇപ്പൊ ഞാൻ പറയുന്ന അഫർമേഷൻ കൊടുക്കണമെന്നല്ല, ആ ഫീലിങ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റാൻ പറ്റണം. ആ ഫീലിങ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. ആ ഫീലിങ്സിനെ മാറ്റുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ വിഷ്വലൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഇതും ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറായി കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. സെയിൽസിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻസ് വെച്ചു. അപ്പോൾ ആ കണ്ടീഷൻസിന് തയ്യാറാവാത്ത ആളുകളാണെങ്കിൽ ഞാനോട് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഞാൻ പറയും, ടീം മെമ്പേഴ്സിനോട് പറയും, ഒരു 3 തവണ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. 3 തവണ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ 3ാമത്തെ തവണ അവരോട് മെസ്സേജ് അയക്കാം, സർ ഞാൻ ഇത് എൻ്റെ 3rd ഫോളോ അപ്പ് ആണ്, ആസ് പെർ കമ്പനി റൂൾ 3 തവണയാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ഇനി സാറിന് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇനി ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സാറ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന ഈ സർവീസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ ഒന്ന് സിംപിളി ഞാനിവിടെ ഒരു കോൾ കൊടുക്കുന്നുണ്ട്, എസ് ഓർ നോ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ കോംപ്രമൈസിന് തയ്യാറാവാതിരിക്കുകയാണ് അവിടെ. അതിന് മുമ്പ് എന്താ സംഭവിക്കുന്നത്? ഇവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ടീം മെമ്പേഴ്സ് പറയും 10 ഹോട്ടുണ്ട്, 5 ഹോട്ടുണ്ട്, 8 ഹോട്ടുണ്ട് എന്നൊക്കെ പറയും. അത് നേരെ കുറഞ്ഞിട്ട് അപ്പോൾ ഇവർ പറയും, സർ ഒരു ഹോട്ടും ഇല്ല, 1 ഹോട്ടേ ഉള്ളൂ, 2 ഹോട്ടേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതൽ അലേർട്ട് ആവും. മറ്റേ നമ്മൾ ഓക്കെ ആയിരിക്കും, മൈൻഡ് സെറ്റിൽ ഓക്കെ ആയിരിക്കും, എന്താണ് 10 ഹോട്ടൽ ഉണ്ടല്ലോ, ക്ലോസ് ആയിരിക്കും. അവർ പൈസ ഇടാന്ന് പറഞ്ഞാൽ അവർ പൈസ ഇടണമെന്നില്ല. സെയിൽസിന്, എൻ്റെ സെയിൽസിൽ നിന്നല്ല, ഒരുപാട് സെയിൽസ് ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ ഒരുപാട് കമ്പനികളൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്ന സംഭവം എന്താണ്, എത്ര ഹോട്ടുണ്ട് ഇടാം? എൻ്റെ കയ്യിൽ 25 ഹോട്ടുണ്ട്, 30 ഹോട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അവരോട് കാര്യം ചെയ്യും, അവരോട് പറയും,
സർ നിങ്ങൾ 3 ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഇവർക്ക് പേടിയായിരിക്കും പറയാൻ. കാരണം എന്താ, ഓർഡറിന്റെ എണ്ണം കുറയും, ടെൻഷൻ കൂടും. നമ്മൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുക. രണ്ട്, നിങ്ങൾ ഈ ഒരു ലോ ഓഫ് എഫേർട്ട് പ്രകാരം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത്രയും നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ റിസൾട്ടാണ് നിങ്ങൾക്ക് വരിക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മൈൻഡ് സാക്രിഫൈസും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നതിന്റെ മീനിങ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതല്ല. നമ്മൾ അതിലേക്ക്, നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോ ഓഫ് റിവേഴ്സ് എഫേർട്ട്. ഓക്കെ, the harder we try with conscious will do something, the less we shall succeed. എത്രമാത്രം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ സക്സസ് ആവാനുള്ള ചാൻസ് കുറവാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം വൂവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, സറണ്ടർ എന്ന് പറയുന്നതാണ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നെഗറ്റീവ് കണക്ഷൻസുമായിട്ട് സറണ്ടർ ആവും. നമ്മൾ നെഗറ്റീവ് കണക്ഷൻസുമായിട്ട് എന്ത് ചെയ്യും, സറണ്ടർ ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനത്തിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള ചില വേർഡുകൾ, ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾ പറയാണ് അയാളുടെ കയ്യിൽ അയാൾക്ക് ഇപ്പം ഇന്ന് ലോൺ എടുക്കാനുള്ള ആളാണ്. അപ്പോൾ അയാൾ പറയാണ് ഐ ഹാവ് ഓൾവേസ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് അയാൾ പറയാണ്. ശരിക്കും അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും ഫീലിംഗ് ഉണ്ടാവുക? അയാളുടെ കയ്യിൽ പൈസ ഇല്ല. എന്താണ് അയാൾക്ക് എത്രമാത്രം അതിൻ്റെ ഈ വാക്ക് അയാൾ പറയുന്നതും അയാളുടെ കോൺഷ്യസ് മൈൻഡിൽ, അയാൾ കോൺഷ്യസ്ലി ഇത് പറയുന്നുണ്ട്, അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കാര്യത്തിൽ അത്ര വിശ്വസിക്കുന്നുണ്ടാവും. നിങ്ങൾ പറ. നിങ്ങൾക്കറിയാലോ, ഞാൻ സെഷൻസ് എടുത്ത് പോകുന്ന ആളല്ല, ഡിസ്കഷൻ ആണല്ലോ. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഞാൻ ഇതിലേറെ വലിയ ഡിസ്കഷൻസ് കഴിയും, അതിലേക്ക് തിരിച്ചു പോകും. എന്താ ഉണ്ടാവുക? നമ്മൾ ഈ ഫീലിങ്ങിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് തവണ. എനിക്ക് പൈസ ഇല്ലല്ലോ എന്നുള്ള തന്നെ ചിന്തയായിരിക്കും. എനിക്ക് പൈസ ഇല്ലല്ലോ എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ലല്ലോ. ഇതന്നെയാണ് രോഗമുള്ള ഒരാളുടെയും. അതാണ് നമ്മളിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ട്, എനിക്ക് എന്താ മാറ്റമില്ലാത്ത ചിന്ത നമുക്ക് വരില്ലേ? ഒരുപാട് ആളുകൾ ഇതൊക്കെ ചെയ്തിട്ട് സക്സസ് ആയിട്ട്, പക്ഷെ എനിക്ക് എന്തത് മാറ്റമില്ലാത്ത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതാണ് അവരുടെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലൊരു അലൈൻമെന്റിലേക്ക് എത്തണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കാണാൻ പറ്റും, എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ലേ? ഇതിലൊരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ വെച്ചെനിക്ക് പകുതി വെള്ളമുണ്ട്. ഈ പകുതി വെള്ളത്തിലേക്ക് ഞാനിനി പകുതി പെട്രോളോ മണ്ണെണ്ണ ഒഴിക്കുകയാണ്. എന്താ സംഭവിക്കുക? ഇത് രണ്ടും തമ്മിൽ അലൈനാവോ, കണക്റ്റഡ് ആവോ? പെട്രോളോ ഇല്ല. പെട്രോളിൻ്റെ അതാണെങ്കിൽ അതോടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഇത് തമ്മിലൊരു മാച്ചിങ് വരൂല. കറക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ പകുതി വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിലോ? അതാണ് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനത്തിന്റെ പകുതി നിങ്ങളുടെ കോൺഷ്യസിലെയും പകുതി നിങ്ങളുടെ സബ് കോൺഷ്യസിലെയും അതേ അലൈൻമെന്റ് കറക്റ്റ് ആണ്. അതായത് അയാൾക്ക് അത് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനാണ് എന്താ പറയണ്ടേ? സിമ്പിളി ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. സിമ്പിളി ഒരു മെത്തേഡ് ജോസഫ് മർഫി പറയുന്നത്, നിങ്ങൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പും ഉണരുന്ന ഉടനെയും ഒരു 5 മിനിറ്റെങ്കിലും വെറുതെ പറയാ വെൽത്ത് സക്സസ്, വെൽത്ത് സക്സസ്. ഇത് മാത്രം പറയാം. വെൽത്ത് നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് പൈസ ഉള്ള അവസ്ഥ, പൈസ ഇല്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ, നിങ്ങൾ പറയാണ് സമ്പത്ത് 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 സമ്പത്ത്, ഇത് മാത്രം പറഞ്ഞു നോക്കി. ഞാൻ ഈ അഫർമേഷൻ ഒന്നും പറയേണ്ടതെന്നാണ് പറയുന്നത്. അഫർമേഷനൊക്കെ പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ മൈൻഡ് സെറ്റ് റെഡി ആവാനും വേണ്ടിയിട്ട് നിങ്ങൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും നെഗറ്റീവ് ഒരു തോട്ട് വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞേ. എനിബഡി സമ്പത്ത് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും നെഗറ്റീവ് ഒരു തോട്ട് വന്നു? വന്നിട്ടുണ്ടെങ്കിൽ പറയാം. തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും തോട്ട് വന്നിട്ട് ഗെസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ നോ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സമ്പത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പം ചിലപ്പം അതിന് നെഗറ്റീവ് വരില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. സമ്പത്ത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. ആർക്ക്? ചെറുപ്പത്തിലെ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ച ആളുകളാണെങ്കിൽ നെഗറ്റീവ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതിനാദ്യം റീപ്രോഗ്രാം ചെയ്ത് കളയണം. പക്ഷെ നോർമലി ബി മാജിക്കിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആൾക്ക് വരാനുള്ള ചാൻസ് കുറവായിരിക്കും.
അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് യെസ് ആണ് അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് സമ്പത്ത്. ഇനി സക്സസ് എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വരുന്നത് അല്ലെ, സക്സസിന് ഒരിക്കലും നിങ്ങൾ സമ്പത്തുമായിട്ട് കണക്ട് ചെയ്യരുത്, നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ടാവുന്നതിൽ കണക്ട് ചെയ്യരുത്. സക്സസ് എന്ന് പറയുന്നത് ഒരു 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 ഗ്രൂപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. എന്താണത്? സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണം ആരോഗ്യം, പൈസ, അബണ്ടൻസ്, റിലേഷൻഷിപ്പ്, നോളജ്, ബിസിനസ്, ഹാപ്പിനെസ്, ഇതൊക്കെ കൂടുന്ന ഒരു പ്രതിഭാസത്തിനെ നമ്മൾ സക്സസ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഉള്ള ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. സക്സസ് കുറെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, സക്സസ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ വെൽത്ത്, ഇത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സമ്പത്ത്, വിജയം, വാട്ടർ ഇറ്റ് ഈസ്, അത് മലയാളമോ ഇംഗ്ലീഷോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യും, ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ റിസൾട്ടുകളെ കാണാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവാൻ. ആ റിസൾട്ട് ഫീൽ ചെയ്യണം, ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ടേബിൾ ഡോക്ടർ ക്ലയൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ആളുടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ വന്നിട്ട് 2 മാസത്തിൻ്റെ അടുത്തായിട്ടല്ലോ, എന്തിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും എൻ്റെ പ്രൊഫഷൻസ് ഇത് ഇമ്പ്രൂവ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടന്നില്ല ചോദിച്ചു. ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടന്നല്ലോ ചോദിച്ചു. ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടന്നു, ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, എപ്പോഴെങ്കിലും ഞാനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചോദിച്ചു, നിങ്ങളുടെ ഈ മന്ത്ലിലെ ടാർഗറ്റ് എത്രയാണെന്ന് ചോദിച്ചു. ടാർഗറ്റ് ഇങ്ങനെയാണ്, ഓക്കെ, ആ ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ എത്ര കൊട്ടേഷൻ കൊടുക്കണം ചോദിച്ചു. അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ കണക്കുണ്ടാക്കി പറഞ്ഞിട്ട് ചോദിച്ചു, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, ഇന്ന് ഞാൻ 2 കൊട്ടേഷൻ മേക്ക് ചെയ്യാനാണ് പോകുന്നത്, ഇന്ന് 2 കൊട്ടേഷൻസ് എനിക്ക് കിട്ടണം, ആ കൊട്ടേഷൻസ് ഉണ്ടാക്കുന്നതിന് പോണത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറയുന്നൊരു വാക്കാണ് ഫൊർഗെറ്റ് അബൌട്ട് യുവർ ഗോൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ഇൻ യുവർ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളുകളിലേക്ക്, ഈ ലോ ഓഫ് റിവേഴ്സ് എഫേർട്ട് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളുകളിലേക്ക്. ഇപ്പൊ ദിവ്യ ദിനോജിന് ഒരു ഗോൾ ഉണ്ട്, സംതിങ്, എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്? ഓക്കെ, ഇന്ന് ഞാൻ എന്ത് ആക്ഷൻസ്, ഇന്ന് നിങ്ങൾക്കുള്ള റിസൾട്ട് ഇന്നലെ എടുത്ത ആക്ഷൻസിൻ്റെതല്ല, അതിൻ്റെയും കുറെ മുന്നേ എടുത്തിരിക്കുന്ന ആക്ഷൻസിൻ്റെതായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടെങ്കിൽ, ഇന്ന് മമ്മൂട്ടിക്ക് ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ അത് ഇന്നലെ മിനിയാന്നോ മമ്മൂട്ടി തുടങ്ങിയതിൻ്റെ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെതാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇന്നത്തെ ആക്ഷൻസിൻ്റെതല്ല, കുറെ മുന്നേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആക്ഷൻസിൻ്റെതാണ്. യെസ് ഓർ നോ? അപ്പോ നമ്മളെപ്പോഴും RCA എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. RCA, റൂട്ട് കോസ് അനാലിസിസ്. ഇത് ചെയ്യാനും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഒന്നാമത്തെ സാധനം കോംപ്രമൈസിന് തയ്യാറാവരുത്. രണ്ടാമത്തെ സാധനം എന്താ, റിസൾട്ട്. ആ റിസൾട്ടാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ ഇറങ്ങുമ്പം, രാവിലെ ഇന്നത്തെ ഒരു ദിവസം വിഷ്വലൈസ് ചെയ്യുമ്പം, ഇന്ന് അതിനെ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു, അതിനെത്രമാത്രം നിങ്ങൾ ആ ഒരു ക്ലയൻറ്റ് എനിക്ക് ഇന്ന് പൈസ കിട്ടും, എൻ്റെ ആവശ്യത്തിലുള്ള പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറായി അവിടെ നിങ്ങളുടെ ലൈഫ് താഴെ പോകും. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതെ നിങ്ങളിപ്പോൾ ഒരാൾ ഗോൾ സെറ്റ് ചെയ്യണം, ഈ മാസം ഞാൻ ഇന്നത് ചെയ്യും, അയാൾ കോംപ്രമൈസിന് തയ്യാറായി, അടുത്ത ആഴ്ച അയാൾ വീണ്ടും ഗോൾ സെറ്റ് ചെയ്തു, അവിടെ വീണ്ടും കോംപ്രമൈസിന് തയ്യാറായി, പിന്നത്തെ ആഴ്ച വീണ്ടും ഒരു ഗോൾ സെറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് പിന്നെ നോർമലി അയാൾ പ്രാക്ടീസ് ചെയ്ത് അയാൾ അങ്ങനെ ആക്കിയെടുത്തു. അയാൾ പ്രോഗ്രാം ചെയ്തിട്ട് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാളും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ആണെന്നുള്ള സൈഡിൽ അയാൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് അയാൾ എത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു ടെൻഷൻ, ഒരു ഇറിറ്റേഷൻ വേണം. അപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലേക്ക് പോകുന്നതോടെ ഒഴിവാക്കേണ്ടി വരും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ വേറെ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കിട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റേ സെലിം കുമാർ പറഞ്ഞ പോലെ അവരുടെ എന്താണ് എല്ലാവരോടും പറഞ്ഞ ബിരിയാണി എടുക്കുന്നില്ല പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് വെച്ച് ഇനി അഥവാ പോയൊക്കെ കിട്ടിയല്ല, ഇനി എന്താ പറഞ്ഞേ, അഥവാ പോയൊക്കെ അഥവാ കിട്ടിയാലോ എന്നൊരു സംഭവം ഉണ്ടല്ലോ, മേ ബി എനിക്ക് കിട്ടിയാലോ, അങ്ങനെയല്ല,
ഷുവറായിട്ട് എനിക്കത് കിട്ടിയേ പറ്റൂ. ആ റിസൾട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഉണ്ടാവുക അല്ലെ. ഇന്ന് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടല്ല മാർക്കോ റിലീസ് ചെയ്തിരിക്കുന്നത്. മാർക്കോ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹിന്ദി അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ ഇത് അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അയാൾ വർക്ക് ചെയ്തിരിക്കുന്ന, അയാളുടെ ഒരു ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന അയാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട ആ റിസൾട്ടിലേക്കാണ്. അത് ഗോൾ സെറ്റ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്യാൻ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അയാൾക്ക് വ്യക്തമായിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്ന് അയാൾക്ക് അറിയായിരുന്നു. ക്ലിയർ ആണോ? 17 വർഷമായിട്ട് ഫിലിമിൽ വന്നിട്ടുണ്ട് അല്ലെ. 17 വർഷമായിട്ട്. ഈ 17 വർഷമായിട്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അദ്ദേഹം പൃഥ്വിരാജിനെ പോലെ, ദുൽഖറിനെ പോലെ ഒക്കെ അദ്ദേഹം ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ഫഹദ് ഫാസിലിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ടൊവിനോ തോമസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്ന നമ്മൾ 2024 അവസാനിച്ചപ്പം ഏറ്റവും വലിയൊരു ഇതായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണത്? അതൊരു ഹാർഡ് വർക്കിന്റെ കൂടെ ആ റിസൾട്ടും കൂടെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ്. ആ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടാവണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ റിസൾട്ട് എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ആ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ എന്ത് ആക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സംഭവിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് സംഭവിക്കരുത്, എനിക്ക് കട ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് നോക്കണം. എനിക്ക് കട ഉണ്ടാവാതിരിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? സമ്പത്ത് വേണം. എനിക്ക് സമ്പത്ത് ലഭിക്കാനുള്ള എന്ത് ആക്ഷൻസ് ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്? നിങ്ങളുടെ ഓരോ ഗോളുകളിലേക്കും എത്താനുള്ള എന്ത് ആക്ഷൻസ് എടുക്കുന്നത്? അതിന്റെ റിസൾട്ട്, ആ റിസൾട്ടിനെ നിങ്ങൾ കണ്ടിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ദ ലോ ഓഫ് റിവേഴ്സ് എഫർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നേരെ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് മാറും. ഓക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ പലകയിലൂടെ നമുക്ക് ഇതിലൂടെ നമ്മളോട് ഒരു പലക, അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ, ഒരു പലക നമ്മളോട് നമ്മുടെ താഴെ ഇട്ടിട്ട്, നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വലിയൊരു പലക ഇട്ടിട്ട് സേഫ് എന്ന് ഇവിടുന്ന് അതുവരെ നടക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂളായിട്ട് നടക്കും. കൂളായിട്ട് നടക്കുന്ന എന്താ? ഞാൻ എൻ്റെ റിസൾട്ട് ആദ്യം കാണുന്നുണ്ട്. നത്തിങ്, എനിക്ക് നടക്കാൻ പറ്റും. മുകളിലിടുമ്പോൾ അതേ പലകയോടെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം അതിന് റിസൾട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് റിസൾട്ട് കാണുന്നത് ഞാൻ പരാജയമായിരിക്കും. ഓക്കെ, അവിടെ ഞാൻ അഫർമേഷൻ കൊടുത്തോണ്ടോ വിഷ്വലൈസേഷൻ കൊടുത്തോണ്ടോ അത് വർക്ക് ചെയ്യണമെന്നില്ല. ഇനി ഒരാൾക്ക് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ അയാൾ കൂളായിട്ട് നടക്കും. കാരണം 100 ആളോട് ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ ധൈര്യപൂർവ്വം നടക്കുന്ന ആളുണ്ടാവും. അയാൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും അയാളുടെ കഴിവിലും അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലും, അല്ലെങ്കിൽ അയാൾ പ്രാക്ടീസ് ചെയ്തിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഏറ്റവും ഒരു ഷോർട്ട് ടൈമിലേക്ക് കൊണ്ടുവരും. അപ്പൊ വെൽത്ത് എന്നല്ല, ഇനിയിപ്പോ ഹെൽത്ത് ആണെങ്കിലും അവർക്ക് അങ്ങനെ പറയാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അവരുടെ ഉള്ളിൽ എന്ത് തോന്നാൻ പാടില്ല? ഞാൻ പറയുന്നത് ഒരു കള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും. അതാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വലിയ എത്രയും മൈൻഡ് പവറിന്റെ ക്ലാസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ടും അവർ റെഡി ആവുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 കാര്യം നോക്കിയാൽ മതി. എനിക്കറിയാം ധാരാളം ആളുകൾ, ബി മാജിക് മെമ്പേഴ്സിനെ എനിക്കറിയാം, ധാരാളം ആളുകൾ ഇതൊക്കെ കേട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ ഇതിലേക്ക്, എനിക്കറിയാം ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ബിസിനസ്സിൻ്റെ ആൾക്കാർ, എങ്ങനെയാണ് ഒരു ടീമിനെ ഇതൊക്കെ പറയുമ്പോൾ അവരെ ഹയർ ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പേടിയായിരിക്കും. എനിക്ക് ട്രെയിനേഴ്സിനെ അറിയാം. എന്താണ്, ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, ഒരു ഓഫീസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. കാരണം എന്താ, അവരുടെ ഉള്ളിൽ ഇതൊക്കെ കൊടുക്കുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോട്ട് റെഡി അല്ല. അവരുടെ വിഷ്വലൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് അവർ പേടിക്കുകയാണ്. എന്താണ്, എങ്ങനെ പിന്നെ സ്റ്റാഫിന് സാലറി കൊടുക്കുക? വലിയ വിഷ്വലൈസേഷൻ ആയിരിക്കും. എന്താണ്, എൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ 10,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഭയങ്കര സംഭവമായിട്ട് രാവിലെ വിഷ്വലൈസ് ചെയ്യും. അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പിൽ ഒരു 2 സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പറയുമ്പോൾ സാലറി എങ്ങനെ കൊടുക്കും, റെന്റ് എങ്ങനെ കൊടുക്കും? അപ്പൊ അയാളുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ റിവേഴ്സ് ആയിട്ടാണ് അയാൾക്ക് വർക്കാവും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സി എന്ന് കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, അഖില മാം താങ്ക് യു, സാർ താങ്ക് യു. ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ 100% പറഞ്ഞുതരാം. അതൊരു ലൈഫ് ചേഞ്ചിങ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ഗിഫ്റ്റാണ്. അത്രയും വലിയൊരു ഗിഫ്റ്റാണ് ജോസഫ് മാർക്ക് നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ ലൈഫിൽ റിയലൈസേഷൻ 2024 എനിക്ക് എന്ത് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 ആൻസർ ഇതാണ്. 2024 നൽകിയിരിക്കുന്നതും
ഞാനത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അജിഷനോടോ ഗോപിനോടൊക്കെ ചോദിച്ചു നോക്കാം. എൻ്റെ സെയിൽസിലടക്കം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഓഫീസിലെ ഫിനാൻസിന്റെ കാര്യത്തിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനും എനിക്ക് കാരണമായിട്ടുള്ള ഒരു ഇത് ബി മാജിക് തന്നെയായിരുന്നു. ബി മാജിക്കിന്റെ ഒരു സെഷൻസിൽ ഏതോ ഒരാള്, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഡോക്ടറാണ് തോന്നുന്നു, ഒരു ഡെന്റിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു സെഷൻസിൽ അദ്ദേഹം EMI നെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഡെന്റിസ്റ്റ്. ആ ഒരു സെഷൻ അതെ അതെ. അന്ന് ഞാൻ ആക്സിഡന്റിന് ഞാനിതിൽ ജോയിൻ ആയതാണ്. എന്തോ ഒരു കാരണം കൊണ്ട് വെറുതെ ജോയിൻ ആയപ്പോൾ ചുമ്മാ അതിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സാധാരണ ലെഫ്റ്റ് അടിച്ച് പോകാറുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ കേട്ട സമയത്ത് അദ്ദേഹം EMI നെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ റീഅനലൈസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു ബ്ലോക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ അവിടുന്നാണ് ഞാൻ ഈ കോംപ്രമൈസ് എന്നുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലായത്. ഞാനിങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. ഓക്കെ, ഞാൻ അന്ന് ചിന്തിച്ചൊരു സാധനം, 100 രൂപയുടെ ഒരു സാധനം ഞാൻ EMIക്ക് മേടിക്കുന്നില്ല, 1000 രൂപയുടെ സാധനം EMIക്ക് മേടിക്കുന്നില്ല, 10,000 രൂപയുടെ സാധനം EMIക്ക് മേടിക്കുന്നില്ല. പക്ഷെ ഒരു 10 ലക്ഷം രൂപയുടെ കാർ എടുക്കുകയാണെങ്കിൽ ഞാനിത് EMI നെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് എനിക്ക് എൻ്റെ ഫോൾട്ട് മനസ്സിലായത്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല? 10 ലക്ഷം 100 രൂപയുടെ സാധനം ഞാൻ മേടിക്കുന്നില്ലെങ്കിൽ, 1000 രൂപയുടെ സാധനം ഞാൻ EMIക്ക് മേടിക്കുന്നില്ലെങ്കിൽ, 10,000 രൂപയുടെ സാധനം EMIക്ക് മേടിക്കുന്നില്ലെങ്കിൽ, 10 ലക്ഷം രൂപയുടെ സാധനം എനിക്ക് EMIക്ക് മേടിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്ന നിമിഷത്തിൽ ആണത് സംഭവിക്കാന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്നാണ് ഞാനത് ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായത്. ഞാൻ പറയാം, ബി മാജിക് ആയിരുന്നു അതിന് കാരണം എന്ന് പറയാം. ക്ലിയർ ആണോ? നിങ്ങൾ ഓരോ ദിവസത്തിലും എന്ത് ക്ലാസ് കേട്ടു എന്നല്ല, ഓരോ ദിവസത്തിലും നിങ്ങൾ കേട്ട സെഷൻസിൽ നിന്ന് എന്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളിടത്താണ് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റുകളും സക്സസ്സുകളും ഉണ്ടാവുക. സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് ഓവർ ടു ഗോപിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ സെഷനിൽ കിട്ടിയ പോയിന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫീഡ്ബാക്കോ സംസാരിക്കാനുള്ള ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പുതിയതായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് പരിചയപ്പെടുത്തണം. എല്ലാ സെഷൻസും ചെയ്യണം. കുറെ ആളുകൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ഓർമ്മപ്പെടുത്താണ്. ഐ നീഡ് മോർ ലീഡേഴ്സ്. കുറെ ആളുകൾ ലീഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്കൊക്കെ പിന്നീട് എന്തൊക്കെയോ മാനസികമായിട്ട് അല്ലെങ്കിൽ സാഹചര്യവശാൽ പങ്കെടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ലീഡേഴ്സിന്റെ കാര്യത്തിലേക്ക് ട്രെയിനിങ്ങിലേക്ക് നോക്കിയിട്ടില്ല. എനിക്ക് കുറച്ച് ലീഡേഴ്സിനെ വേണം. ഓക്കെ, ലീഡേഴ്സ് ആയിട്ടുള്ള വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിന് യെസ് പറയാം. ഒരു കാര്യം പറയാം, ഇതേ ചോദ്യം ഷാഫിൻ സ്പേസ് എന്നുള്ള ഒരു ചോദ്യത്തിൽ ആദ്യം ചോദിച്ചു. ഷാഫിൻ സ്പേസിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ച് ലീഡേഴ്സിന് ആവശ്യമുണ്ട്, ചാർജ് കമ്മ്യൂണിറ്റിയിലേക്ക്. എൻ്റെ കൈ ഒരിക്കലും പൊന്തിയില്ല. കാരണം ഞാൻ പൊന്താത്തതിൻ്റെ കാരണം ഞാൻ അതിന് ക്വാളിറ്റി ഉള്ള ഒരാളല്ലാന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീഡേഴ്സ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ലീഡേഴ്സിനും ഷാഫി സാറിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനുള്ള ഗ്രൂപ്പിൽ ഒരു ലീഡർ, അയാൾ എന്തോ ഇതേപോലെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അയാൾ ബിസി ആയപ്പോൾ അയാൾ ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, ഹെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിച്ചു, ആ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചു, ആദ്യം ഈ ഗ്രൂപ്പിൽ നിന്ന് ആർക്കെങ്കിലും ലീഡർ ആവാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ഇതിൽ നിന്ന് തരാം, അല്ലെങ്കിൽ വേറെ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്തോ എനിക്ക് തോന്നി, യെസ് എന്ന് പറയാൻ തോന്നി. ആ യെസ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ലൈഫിൽ ട്രെയിനറിലേക്കുള്ള ആദ്യത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ സേഫ് വളപ്രദ ക്ലാരിറ്റി മെൻറ്റർ എന്നുള്ളതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു യെസ് ആയിരുന്നു. ആ യെസ് എന്നാണ് എനിക്ക് ആളുകളെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. ആ ഗ്രൂപ്പിനെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോയപ്പോഴാണ് എന്നിലൊരു ട്രെയിനർ ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ വളരെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ വാല്യൂ കൂടിയതും. ഇങ്ങനെ ഇന്ന് നിങ്ങളെ മുമ്പിലിരിക്കുന്ന ഒരു ബി മാജിക്കിന്റെ ഫൗണ്ടർ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഷാഫിൻ സ്പേസിലാണ് ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ കമ്മ്യൂണിറ്റിയാണ് ചെയ്തിരുന്നത്. ആ കമ്മ്യൂണിറ്റി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ തുടങ്ങിയൊരു കമ്മ്യൂണിറ്റി ഷാഫി സാറിനെ ചോദിക്കുകയായിരുന്നു, സേഫ് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ തരും. പറഞ്ഞു ഓക്കെ നിങ്ങൾ എടുത്തോളൂ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ബി മാജിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ മറ്റൊരാളുടെ ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടി ആര് വർക്ക് ചെയ്യുന്നോ അവരുടെ ലൈഫ് സക്സസ് ആവുന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. കാരണം എന്താ, വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വിജയിക്കാൻ വളരെ സിമ്പിളാണ്. വേറെ ആളുടെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ മതി, വിജയിക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ട്. സോ ലീഡേഴ്സിന് വേണം. അതേപോലെ തന്നെ പുതിയ ആളുകൾ പെട്ടെന്ന് ഗോപിക്കൊന്ന് പരിചയപ്പെടുത്തുക. പുതിയ ആളുകളൊന്ന് പരിചയപ്പെടുത്തുന്ന സെഷൻസ് ഫീഡ്ബാക്കോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. സമയം ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്തത് ലേറ്റ് ആണ്, ഇപ്പം 2 മിനിറ്റ് ലേറ്റ് ആണ്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ. 1-2 പേര് സർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അഫീഫ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ.
ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഷംല ഫജർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കുന്നുണ്ട് ഗോപിക, ഞാൻ ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, നമുക്ക് പുതിയതാരും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ ഉള്ളവർ നമുക്ക് ഫസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി എന്തെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ. ഷാജൻ സർ. മോർണിംഗ്. സാറിന്റെ ക്ലാസ്സുകൾ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പരമാവധി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് സാർ. നമുക്ക് പരമാവധി ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ ക്ലാസ്സുകളാണ് സാർ തരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പൊ ഞാനിപ്പോ എനിക്കൊരു മാറ്റം സാർ നമ്മുടെ ടേബിൾ ടോക്കിൽ നമുക്ക് വന്നിട്ട് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, ഹാപ്പി ആണോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഹാപ്പി അല്ല എന്നാണ്. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഓരോ ദിവസവും ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പണം ഉണ്ടാക്കാൻ അന്നൊക്കെ ഓടുമായിരുന്നു, ഇപ്പൊ ഓടേണ്ട കാര്യങ്ങളില്ല. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് സാറിന്റെ ക്ലാസ്സിലൂടെ ആയിക്കോട്ടെ, നമ്മുടെ IBMHK ക്ലാസ്സിലൂടെ ആയിക്കോട്ടെ, ടോട്ടലി നമ്മൾ ഹാപ്പിയാണ്. കാരണം ഓരോ ദിവസവും അങ്ങനത്തെ ക്ലാസ്സുകളല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വെറൈറ്റി ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ശരിക്കും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഓരോ ദിവസവും റെഡി ആയിട്ട് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. താങ്ക് യു സാർ. താങ്ക് യു ഷാജൻ സാർ. ഞാനത് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 4:00 4:20 ഉള്ള സെഷൻസിലാണ് ഷാജൻ സാറാണ് ചോദിക്കുന്നത് ഹാപ്പിയാണോ. അപ്പൊ ഹാപ്പി അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫയർ ചെയ്തു. ഓക്കെ, അപ്പൊ അന്ന് തിരിച്ചറിവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ആ രീതിയിൽ കുറച്ച് സൗണ്ടൊക്കെ കൂട്ടിയിട്ടാണ് ഫയർ ചെയ്തിരുന്നത്. ഓക്കെ, അവിടുന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ മലയാളീസ് മാത്രമാണ് അങ്ങനല്ലേ. പിന്നെ ആർ യു ഓക്കെ അല്ലെങ്കിൽ ഹൗ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഫൈൻ അല്ലേ. കൈഫാലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാം അൽഹംദുലില്ലാ. കൈസേബ വെച്ച് കഴിഞ്ഞാൽ പറയാം അച്ഛാ ടീക്ക്. എപ്പോഴും ഇരിക്കണെന്ന് വെച്ചാൽ സൗഖ്യമായിരിക്കുക. ഇങ്ങനെയൊക്കെ പോകണ്ടടാ, കുഴപ്പമില്ല, തട്ടിമുട്ടി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട സാധനം അതാണ്. ഓക്കെ, ഈ ഒരു സാധനം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. കാരണം നിങ്ങൾ പറയുന്നതാണ് അഫർമേഷൻസ്, നിങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോ ഓഫ് റിവേഴ്സ് എഫേർട്ട് നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ലൈഫ്? ഹായ്, ഹൗ ആർ യു? ഫൈൻ ഡിയർ, താങ്ക് യു ഡിയർ. കൈഫാലൊക്കെ അൽഹംദുലില്ലാ. ആ സൗണ്ടിലുണ്ടാവാൻ വേരിയേഷൻ. അവരിങ്ങനെ ഹാപ്പി ആയിട്ടാണ് പറയാം. ലൈഫ് എന്താടാ നിങ്ങൾക്ക് പോകുന്ന എനിക്കറിയില്ല. മിഡിൽ ക്ലാസ് ആ ഫീൽ ചെയ്തിട്ടാണ് പറയാം. തന്നെ അയാളിലേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഷാജൻ സാറിന്റെ ലൈഫിൽ എനിക്ക് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ തോട്ട്, പിന്നെ രണ്ടാമത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഓടരുത്. ഓക്കെ, ഇപ്പോൾ ഓടുന്ന പോലെ എന്ത് ചെയ്യരുത്, ഓടരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്നിട്ട് ഇതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ക്ലാസ് കേൾക്കുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. അത് ആർക്കും ഉണ്ടാവാം. ഓക്കെ, എനിക്ക് തോന്നുന്നു കോപ്പിക്ക ടൈം ഫോർ വൈൻഡ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ന് മൈൻഡ് റോഡിന്റെ ഒരു ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട്. മൈൻഡ് റോഡ് 2 ആയിട്ട് ബന്ധപ്പെട്ട മൈൻഡ് റോഡിൽ പങ്കെടുത്ത ആളുകളുണ്ട്. മൈൻഡ് റോഡിന്റെ 2.0 എന്ന് പറയുന്ന ഒരു വേറെ നമ്മളൊരു 4 ട്രെയിനേഴ്സ് കൂടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനൊരു ഫ്രീ സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫെബിൻ മാം എന്ന് പറയും, ഫെബിൻ മാം ഇതിലുണ്ട്. ഓക്കെ, ഫെബിൻ മാമിന്റെ സെഷൻസ് മുമ്പ് പങ്കെടുത്തവരുണ്ടാവും. അപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ സെൽഫ് ഡൗട്ടും പ്രോക്കാസിനേഷൻസ് അങ്ങനെ നമ്മൾ എത്താത്തതിന് കുറേ കാര്യമുണ്ട്. അതിൻ്റെ ഫ്രീ സെഷൻസ് രാത്രി 8 മണി മുതൽ ഒരു 9 മണി വരെ ഒരു 1 hour നടക്കുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അത് വേണ്ടവരെ ടീം മെമ്പേഴ്സിനെ, അഥവാ ആർക്കെങ്കിലും അറിയാത്തവരുണ്ട്, ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ലിങ്ക് അയച്ചു തരും. BMagic-ന്റെ ഗ്രൂപ്പുകളിലും അതിൻ്റെ ലിങ്കുകൾ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ആവും. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you all. Thank you. Thank you, sir.
Thank you. Thank you.